ത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായ ബാബരി മസ്ജിദിന്റെ ധ്വംസനം RSS സംഘ് പരിവാര ഫാഷിസ്റ്റുകൾ ഈ രാജ്യത്ത് നടത്തിയിട്ട് 32 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സമൂഹത്തിന് നീതി നിഷേധത്തിന്റെ ചരിത്രമാണ് പറയുവാനുള്ളത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ ഈ രാജ്യത്തെ അന്ന് ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരുന്ന മുഴുവൻ ഭരണാധിപന്മാരും കോടതികളടക്കം ഈ രാജ്യത്തെ ജനങ്ങളോട് വാക്ക് നൽകിയതാണ്. രാജ്യത്തിന്റെ തകർക്കപ്പെട്ട മതേതരത്വം, കളങ്കിതമാക്കപ്പെട്ട ജനാധിപത്യം, കളങ്കപ്പെട്ട ഭരണഘടന തന്നെ തകർത്തെറിഞ്ഞ ആ സംഭവത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇതിന് പരിഹാരമായി ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കുമെന്ന് വാക്ക് നൽകിയിട്ട് ഇന്നുവരെയും ആ വാക്ക് മാറി മാറി വന്ന ഭരണകൂടങ്ങളോ മതേതര പ്രസ്ഥാനങ്ങളെന്ന് ഈ രാജ്യത്ത് മേനി നടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അധികാരത്തിലിരുന്നിട്ടും ഇന്നുവരെയും ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഇപ്പോഴും തകർന്ന് തന്നെ കിടക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ദൗത്യം പൂർത്തിയാകുന്നതുവരെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഇത്തരത്തിലുള്ള സമരസംഗമങ്ങളും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുമൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഡിസംബർ 6-ന്റെയും ഈ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീഹാർ ജയിലിൽ ഒരു മനുഷ്യനുണ്ട്. ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മാരകമായ 2 അസുഖങ്ങളോട് പോരടിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഫാഷിസ്റ്റ് ഏജൻസികൾക്കോ ആ മനോനിലയെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനുണ്ട്. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന, ഇന്നും തീഹാർ ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് വിപ്ലവം ചമച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് മഹാനായ ഈ അബൂബക്കർ സാഹിബ് ഒരിക്കൽ ഈ രാജ്യത്തിന്റെ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയുണ്ടായി, പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും, ഇനിയും പിറക്കാനിരിക്കുന്ന ഓരോ കുരുന്നിനും ഇന്ത്യ രാജ്യത്ത് ബാബരിയുടെ കനലെറിയുന്ന ഓർമ്മകൾ ഞങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് ഈ അബൂബക്കർ സാഹിബ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം നെഞ്ചേറ്റിക്കൊണ്ട് അബൂ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് ജയിലറകളിൽ കിടന്ന് വിപ്ലവം ചമയ്ക്കുമ്പോൾ ആ ദൗത്യം നെഞ്ചേറ്റിക്കൊണ്ട് തെരുവോരങ്ങളിൽ ഇനി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ തലമുറ മരിച്ചു വീണാലും ശരി, ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ വരുന്ന പിന്നാമ്പുറം തലമുറകൾ, പിൻതലമുറകൾ ഈ ബാബരിയുടെ കനലിയുന്ന ചരിത്രം ഓരോ കുട്ടിക്കും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന സത്യം ഇന്ത്യ രാജ്യത്തെ ഫാഷിസ്റ്റ് സമൂഹം മനസ്സിലാക്കണമെന്നാണ് ഈ രാജ്യത്തോട് പറയുവാനുള്ളത്. ഓരോ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ രാജ്യത്തോടുള്ള ദൗത്യമാണ്. കാരണം ഇന്ന് നമ്മുടെ രാജ്യം വളരെ അപകടകരമായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ വിലക്കയറ്റം രൂക്ഷമാണ്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്, പട്ടിണി മരണങ്ങൾ രൂക്ഷമാണ് എന്ന് മാത്രമല്ല സാമ്പത്തിക വ്യവസ്ഥ പാടെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും
ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഈ രാജ്യത്തെ അഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദു സമൂഹം ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ സംഘ് പരിവാർ, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP, RSS ഒക്കെ തന്നെ അതിൽ നിന്നും ആ പ്രതിസന്ധിയെ മറികടക്കാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വംശവെറിയുടെയും കണങ്ങളിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനാണ് സംഘ് പരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടന പൊളിക്കാനിരിക്കുമ്പോ ആ ഭരണഘടന സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വം, ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും ജനാധിപത്യത്തെയും മതേതരത്തെയും സോഷ്യലിസത്തെയും ഒക്കെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും ഈ രാജ്യത്തെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ നീതിപീഠങ്ങൾ, ഇപ്പോൾ ഈ രാജ്യത്ത് നീതിപീഠങ്ങൾ ചില വിധികളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണഘടന നോക്കിയല്ല വിധി പറഞ്ഞത് എന്നുള്ളത്. ബാബരിയുടെ പ്രധാനപ്പെട്ട വിധി പരിശോധിച്ച് നോക്കുമ്പോ നമുക്കറിയാം, 2019 നവംബർ 9 സുപ്രീം കോടതി ബാബരി ഭൂമി ഹിന്ദുത്വർക്ക് വിട്ടുകൊടുത്തു. ആ ബാബരി ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം നമ്മൾ കേട്ടതാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ രാജ്യത്തെ മുഴുവൻ അലർട്ടിൽ നിർത്തിക്കൊണ്ട്, തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളടക്കം വിച്ഛേദിക്കാൻ തയ്യാറായി നിന്നുകൊണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അഗ്നിയുള്ളിയാക്കിക്കൊണ്ട്, ഈ രാജ്യത്തെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉളവാക്കിക്കൊണ്ട് മൊത്തമായിക്കൊണ്ട് സുപ്രീം കോടതി വിധി പറയുകയാണ്. ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ക്ഷേത്രമാണ് എന്നുള്ളതിന് തെളിവുണ്ടായിട്ടില്ല. ഏതെങ്കിലും ക്ഷേത്രം ആക്രമിച്ചിട്ടാണ് ബാബരി മസ്ജിദ് പണിതതെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആ ഭൂമി കയ്യേറി ബാബരി മസ്ജിദ് തകർത്തത് വലിയ ക്രിമിനൽ പ്രവർത്തനമാണ്, അക്രമമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം നമ്മൾ വിചാരിച്ചതാ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി വിധി പറയാൻ പോവുകയാണ്. ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്നുള്ള വിധി പറയാൻ പോവുകയാണെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഈ രാജ്യത്ത് ഈ ബാബരി ഭൂമി ഹിന്ദുത്വർക്ക് വിട്ടു നൽകുന്നു. എന്നിട്ട് ബാബരി മസ്ജിദ് തകർത്തവർക്ക് വേണ്ടി വേറെ ഏതോ ഒരു 5 ഏക്കർ നൽകിക്കൊണ്ട് ആ 5 ഏക്കറിൽ പള്ളി നിർമ്മിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. സെറ്റിൽമെന്റ് രാഷ്ട്രീയം. പിന്നെ വേറെ ഏതോ ഹർജിയുമായി ചെന്ന ഒരു കൂട്ടർക്ക് കൂടി ഭൂമി കിട്ടി. അന്ന് ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മറ്റോ ഒരു അപേക്ഷ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഒരു അപേക്ഷ കൂടി കൊടുത്തിരുന്നെങ്കിൽ അവർക്കും കിട്ടിയേനെ 1-2 ഏക്കർ ഭൂമി സുപ്രീം കോടതിയുടെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട്. ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഭൂരഹിതരെല്ലാം കൂടി ബാബരി മസ്ജിദിന്റെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്, അവകാശം ഉന്നയിച്ചുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഭൂമി പ്രശ്നം വരെ പരിഹരിച്ചു കിട്ടുമായിരുന്നു. കാരണം അവിടെ അപേക്ഷിച്ച അല്ലെങ്കിൽ ആ ഹർജിയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഭൂമി വീതം വെച്ചുകൊടുത്തു സുപ്രീം കോടതി. അതായിരുന്നു ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ചെയ്യേണ്ടിയിരുന്നത്. ഭരണഘടന നോക്കി വിധി പറയേണ്ട അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം ഭരണഘടനയല്ല നോക്കിയത്, സംഘ് പരിവാറിന്റെ വിചാരധാര നോക്കി വിധി പറഞ്ഞ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ആ സുപ്രീം കോടതി ജഡ്ജിക്ക് ആ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന വണ്ണം പിന്നീട് രാജ്യസഭയിൽ പിൻവാതിലൂടെ MP സ്ഥാനത്തേക്ക് നിയമനം കിട്ടിയത് നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ്, ഇപ്പോൾ വിരമിച്ച ചീഫ് ജസ്റ്റിസ്,
ഒരിക്കൽ മാധ്യമപ്രവർത്തകരോടൊക്കെ തുറന്നു പറയുകയുണ്ടായി, ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, അക്രമങ്ങൾ ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങള് പ്രശ്നക്കാർക്ക്, ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് ആ ഭൂമി വിട്ടുകൊടുത്തത് എന്ന് ഇന്ത്യ രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്ത് ഏതെങ്കിലും അക്രമിക്കൂട്ടങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണെങ്കിൽ അവർക്ക് സെറ്റിൽമെന്റിലൂടെ അവരെ സമാധാനപ്പെടുത്തുക എന്നുള്ളതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ നയം. എന്നാൽ അക്രമികൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ അവിടെ സമാധാനം ഉണ്ടാകട്ടെ, അവർക്ക് അനുകൂലമായിട്ട് വിധി കൊടുത്താൽ ഈ രാജ്യത്ത് സമാധാനം പുലരുമെന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടി വിധിക്കപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ചിന്തിച്ചുവെങ്കിൽ ഈ രാജ്യത്തെ നീതിക്ക് വേണ്ടി ഈ സാധാരണക്കാര് ഇനി ഏത് നീതിപീഠത്തിന്റെ മുന്നിലാണ് പോവുക എന്നുകൂടി ഈ നീതിപീഠം നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. സത്യത്തിൽ ചീഫ് ജസ്റ്റിസുമാർ ചെയ്യേണ്ടിയിരുന്നത് ഭരണഘടന നോക്കി, മതേതരത്വം നോക്കി, ജനാധിപത്യ സംവിധാനം നോക്കി, ഏത് കൂട്ടർക്കാണോ അനീതിക്കിരയായത് അവർക്ക് നീതി പുനഃസ്ഥാപിക്കുക എന്ന ഭരണഘടനാപരമായ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യനീതിയും തുല്യ അവകാശവും ഉറപ്പുവരുത്തുക എന്നുള്ള ഭരണഘടനാപരമായ ദൗത്യമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം RSSന്, സംഘ് പരിവാറിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് ആ വിധി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബാബരി ഭൂമിയിൽ അനീതിയുടെ എത്ര മന്ദിരങ്ങൾ പടുത്തുയർത്തിയാലും അവിടെ ബാബരി ഭൂമിയിൽ ബാബരി മസ്ജിദ് തന്നെയാണ് നീതി എന്നാണ് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇന്ന് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പ്രമാദമായ മുദ്രാവാക്യം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ആരാധനാലയ സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നാണ്. ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഷരീഫ് സാഹിബ് ആരാധനാലയ സംരക്ഷണ നിയമത്തെ പറ്റി പരാമർശിച്ചു. 91 ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇത്തരം തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ രൂക്ഷമായപ്പോ രാജ്യത്തിന്റെ പാർലമെന്റ് ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്തുക എന്ന ഉദ്ദേശത്തിൽ, നീതി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റ് 91 പാസാക്കിയ നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ആരാധനാലയ സംരക്ഷണ നിയമം. ആ നിയമത്തിൽ പറയുന്നത് എന്താണ്? 1947 ശേഷം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം അന്ന് ആ സമയത്ത് ഇവിടെ ഏതൊക്കെ മതവിഭാഗത്തിന് ഏതൊക്കെ തരത്തിലുള്ള ആരാധനാലയങ്ങളുണ്ടോ, അത് ഹൈന്ദവന്റെ ആരാധനാലയങ്ങളാണെങ്കിലും ശരി, ക്രൈസ്തവന്റെയും സിഖുകാരന്റെയും പാഴ്സിയുടെയും ജൈനന്റെയും മുസൽമാന്റെയും ഒക്കെ ആരാധനാലയങ്ങളാണെങ്കിലും ശരി, അന്നത്തെ ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതാണോ രാജ്യത്തിന്റെ ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് കോ അത് നിലനിൽക്കും എന്നാണ്. അതിന്മേൽ മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുണ്ട്. അന്ന് BJP ഒഴികെ BJP മാത്രമാണ് ആ നിയമത്തെ എതിർത്ത ഏക രാഷ്ട്രീയ പാർട്ടി. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിയമത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നവരാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാശിയിലെ ഗ്യാൻവാബി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, ഇപ്പതാ സംഭലിൽ നടന്ന ഷാഹി മസ്ജിദ്, എങ്ങു വേണ്ട രാജ്യത്തെ 36,000 പള്ളികൾക്ക് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഓരോ മസ്ജിദിന്റെ പേരില്
ഒന്നുകിൽ ഹനുമാൻ ക്ഷേത്രം, അല്ലെങ്കിൽ ശിവക്ഷേത്രം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇതൊക്കെ പൊളിച്ചിട്ടാണ് മസ്ജിദ് പൊളിഞ്ഞ മസ്ജിദ് നിർമ്മിച്ചത് എന്ന കപടവാദമുയർത്തി ഹർജി കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ഇതും ഈ പ്രതിസന്ധിയും ഉണ്ടാക്കിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കേസ് വന്നപ്പോ, ഈ ഗ്യാൻവാബി അടക്കമുള്ള കേസ് അദ്ദേഹത്തിന് മുന്നിൽ വന്നു. അപ്പൊ അദ്ദേഹം ഉൾപ്പെടുന്ന ടീമാണ് അന്ന് സർവേക്ക് ഉത്തരവിട്ട് കൊടുത്തത്. എന്നിട്ട് സർവേക്ക് 97 ഈ ഗ്യാൻവാബിയുടെ പ്രശ്നം വന്നിട്ട് അന്ന് കോടതിയിലുണ്ടായിരുന്ന ജഡ്ജി ഭരണഘടന നോക്കി, പാർലമെന്റിന്റെ ഈ നിയമം നോക്കി അന്ന് തള്ളിയതാണ്. ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് അന്ന് തള്ളിയതാണ്. എന്നാൽ ഇപ്പോൾ 2019 ശേഷം ചന്ദ്രചൂഡ് വീണ്ടും ഈ ഹർജി പരിഗണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ മതപരമായ സ്വഭാവം പരിശോധിക്കുന്നതിന് ഈ ആരാധനാലയ സംരക്ഷണ നിയമം പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിന് അനുമതി കൊടുത്തത്. ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിന്റെ പൊളിറ്റിക്സ് നമുക്ക് പിന്നീട് മനസ്സിലായി. നരേന്ദ്രമോദിയുമൊത്ത് സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ പ്രധാനമന്ത്രിയെ പൂജാരിയായിട്ട് കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവം കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് പ്രവർത്തിച്ചപ്പോ എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും മതേതരത്വവുമെന്ന് അന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ഏതായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പകരം അന്ന് ഭരണഘടന നോക്കി, പാർലമെന്റ് പാസാക്കിയ നിയമം നോക്കി വിധി പറയേണ്ട ആള് സംഘ് പരിവാറിന്, ഫാഷിസ്റ്റുകൾക്ക് അനുകൂലമായി സർവേക്ക് അനുമതി കൊടുത്തപ്പോ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എല്ലാ തരത്തിലും, കാരണം കേന്ദ്ര ഭരണകൂടം നിയമിക്കുന്ന സമിതിയാണ്, അവർ ഓരോരുത്തരും സർവേ നടത്തിയിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പുറത്തൂടെ കണ്ടെത്തി എന്ന് പറയും. അങ്ങനെ ഓരോന്നിന്റെ അവശിഷ്ടം അനുസരിച്ചിട്ടുള്ള വിവരാവകാശ രേഖകൾ തയ്യാറാക്കി കൊടുക്കും. അങ്ങനെ ഈ രാജ്യത്ത് മസ്ജിദുകൾ തകർക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള അനുമതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അത് ശരിക്കും കോടതികൾ അതിന് തടയിടേണ്ടതായിരുന്നു. അതിനുള്ള നിയമം ഇവിടെ ഉണ്ട്. പക്ഷെ അത് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സംബലിൽ ഉണ്ടായിരിക്കുന്ന സംഭവം. ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിൽ ചന്ദൌസി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിരിക്കുന്ന ഷാഹി മസ്ജിദിന്റെ വിഷയം. അവിടെ ഇതുപോലെ ഒരു അഡ്വക്കേറ്റ് കൊണ്ടുപോയി ഹർജി കൊടുക്കുന്നു. സംഘപരിവാറുകാരനായ ഒരു അഭിഭാഷകൻ ഹർജി കൊടുക്കുന്നു ഷാഹി മസ്ജിദിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്. ആ ഹർജി കൊടുത്തതിന്റെ അവസരത്തിൽ കൽക്കി അവതാരത്തിന്റെ ഹരിഹര ക്ഷേത്രം തകർത്തിട്ടാണ് ഷാഹി മസ്ജിദ് പണിതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് കൊടുത്തപ്പോൾ അന്നത്തെ അവിടുത്തെ സിറ്റിംഗ് സിവിൽ ജഡ്ജി പ്രാദേശികമായി അദ്ദേഹത്തിന് കൊണ്ട് ഹർജി കൊടുത്തപ്പോൾ അദ്ദേഹം ശരിക്കും ആരാധനാലയ നിയമം എടുത്തിട്ട് പരിശോധിച്ചിട്ട് അതിന്റെ പരിധിയിൽ വരുന്നതാണ്, അതുകൊണ്ട് ഇതിന് ആ ഹർജി അനുവദിക്കാൻ സാധ്യമല്ല എന്ന് ഹർജിക്കാരനോട് പറയുന്നതിന് പകരം അദ്ദേഹം പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനകം, നവംബർ 19 ഹർജിയുമായിട്ട് ചെന്നതെങ്കിൽ നവംബർ 29 റിപ്പോർട്ട് സമർപ്പിക്കണം, സർവേ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിടുകയാണ്. അങ്ങനെ ആദ്യം ഒരു സർവേ നടത്തി 2 മണിക്കൂറോളം. രണ്ടാമത്തെ പ്രാവശ്യം സർവേക്ക് പോകുന്നത് അവിടുത്തെ ജനങ്ങളെ അറിയിക്കാതെ, അവിടുത്തെ പള്ളിയുടെ അധികാരികളെ അറിയിക്കാതെ, അവിടുത്തെ പ്രാദേശിക പോലീസ് സംവിധാനത്തെ അറിയിക്കാതെ, എല്ലാ അർത്ഥത്തിലും നേരെ കുറെ ആൾക്കൂട്ടങ്ങളെ കൂടി സർവേക്ക് പോകുന്നു. സർവേക്ക് പോകുമ്പോൾ സംഘപരിവാർ ക്രിമിനലുകൾ, RSSന്റെ ക്രിമിനലുകൾ ഈ സർവേ കമ്മീഷണറോടൊപ്പം ആഗമിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹർജി കൊടുത്ത അഡ്വക്കേറ്റ് അടക്കമുള്ള ആളുകൾ ജയ് ശ്രീറാം മുഴക്കിയ ആളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നു.
അവസാനം പോലീസ് ഇടപെടുന്നു. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി ലാത്തിച്ചാർജും കരിമരുന്ന് അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടിയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 6 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 6 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു നിഷ്ഠൂരമായിട്ട്. നിരവധി യുവാക്കൾക്ക് പരിക്കേറ്റു. ആ മേഖലയിലെ മുസ്ലിം വീടുകൾ കയറിയിറങ്ങി 30-ലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തു. നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം പരിക്ക് പറ്റി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർത്തുകൊണ്ടാണ് കോടതി ഉൾപ്പെടെ ആ വിഷയത്തിൽ ഇടപെട്ടത്. എന്നാൽ ശമ്പൽ വിഷയത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 92 ഡിസംബർ 6-ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ പള്ളി തകർക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയപ്പോ അന്നത്തെ കോടതിയെയും പോലീസ് സംവിധാനത്തെയും സൈനിക സംവിധാനത്തെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒക്കെ കോൺഗ്രസ് സർക്കാരിനെയും ഒക്കെ ഏൽപ്പിച്ചിട്ട് മാറി നിന്നു. കാരണം ഇവർ സംരക്ഷിക്കും, അവരാണ് അതിന് ബാധ്യപ്പെട്ടവരെന്ന്. അന്ന് അങ്ങനെ അവരെ നോക്കി നിന്നിട്ട് ഒരാളും തെരുവിലിറങ്ങിയില്ല. പക്ഷേ അന്ന് സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല. ഈ പറയുന്ന പോലീസും സൈനികരും എല്ലാ ആയുധധാരികളായ മുഴുവൻ സംവിധാനങ്ങളും സൈനിക സംവിധാനങ്ങളും നോക്കി നിൽക്കെ സംഘപരിവാർ അഴിഞ്ഞാടി അവിടെ ബാബരി മസ്ജിദ് തകർത്തു. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനടക്കം കാര്യം ബോധ്യപ്പെട്ടു. ഇനി ഈ സംവിധാനങ്ങളെ നോക്കി നിന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൂല, തങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല, തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ 92 മുതൽ 32 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശമ്പലിലെ ഷാഹി മസ്ജിദ് കയ്യേറാൻ വന്നപ്പോൾ അതിനെ തടയാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി, പ്രതിരോധം അപരാധമല്ല എന്ന തത്വം നെഞ്ചിലെത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തെരുവിൽ ശക്തരായി എന്നുള്ളതാണ് ഇന്ന് രാജ്യത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് ഇനിയുള്ള മസ്ജിദുകൾ പിടിച്ചടക്കാൻ വരുമ്പോൾ കാര്യം അത്ര സുഗമമായി പോകുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് ശമ്പല് നൽകുന്ന പാഠം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 6 ആളുകളാണ് രക്തസാക്ഷികളായത്, 6 ആളുകളാണ് ഷഹീദായത്. കാരണം അവര് പരിശോധിച്ചപ്പോൾ എതിർത്താലും ഇല്ലെങ്കിലും ഇവർ വെടിവെച്ചു കൊള്ളും, വ്യാജ ഏറ്റുമുട്ടൽ കൊല്ലവരും ഇവർ വെടിവെച്ചു കൊല്ലും. അപ്പോൾ പ്രതിരോധിച്ചുകൊണ്ട് ഉന്നതമായ രക്തസാക്ഷിത്വം നെഞ്ചേറ്റി കഴിഞ്ഞാൽ അതിൻ്റെതായ ഔന്നിത്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയതെങ്കിൽ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് സമൂഹം മനസ്സിലാക്കേണ്ടത്, ഇനിയും നിങ്ങൾ 36,000-ന് മേൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, വഖഫ് പോലെയുള്ള അല്ലെങ്കിൽ മദ്രസകൾക്കെതിരായ നീക്കം നിങ്ങൾ നടത്തുമ്പോൾ, വഖഫ് ബില്ലിലൂടെ നിരവധി ആരാധനാലയങ്ങളും വഖഫ് ഭൂമികളും പിടിച്ചടക്കാനും കയ്യേറാനും പുതിയ നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെയും തെരുവിലിറങ്ങുന്നവരെയും അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ബുൾഡോസർ രാജ് നടപ്പാക്കി അവരെ തെരുവിലേക്ക് വലിച്ചെറിയുമ്പോൾ, അങ്ങനെ ആൾക്കൂട്ട കൊലകളും കലാപങ്ങളും മണിപ്പൂരും ഹരിയാനയും അടക്കമുള്ള കലാപങ്ങളുമായി ആയിരങ്ങളെ നിങ്ങൾ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ശമ്പലിൽ ആ വെടിയുണ്ട നെഞ്ചേറ്റിയ ആ 6 പേരുടെ പിന്മുറക്കാരായിട്ട് ആയിരങ്ങള് നിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി, ആയിരങ്ങൾ രക്തസാക്ഷിയാകാൻ വേണ്ടി ഈ തെരുവിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ ഒരു പ്ലാനും പദ്ധതിയും ഈ രാജ്യത്ത് നടപ്പിലാക്കാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. കാരണം നിങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് നരേന്ദ്ര ദബോൽക്കറെയും MM കൽബുർഗിയെയും ഗോവിന്ദ് പൻസാരെയും ഗൗരി ലങ്കേഷിനെയും ഫാദർ സ്റ്റാൻ സ്വാമിയെയും അടക്കമുള്ള ആളുകളെ നിങ്ങൾ വെടിവെച്ചും അതുപോലെ തന്നെ ജയിലറകളിലിട്ടുമൊക്കെ പീഡിപ്പിച്ചുമൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത്
ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്ത് മണിപ്പൂരടക്കം ഇപ്പോൾ നിങ്ങൾ വഖഫിന്റെ പേരില് സംഘ് പരിവാർ കേരളത്തിലടക്കം ക്രൈസ്തവ മുസ്ലിം സൗഹൃദം തകർക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ ക്രൈസ്തവ സമൂഹത്തെ ഒറീസയിലും കോഴിക്കോട് ഒളവണ്ണയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർണാടകയിലടക്കം ക്രൈസ്തവർക്ക് നേരെ നടന്ന അക്രമങ്ങൾ ഇന്ന് മണിപ്പൂരിലും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ട ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. മാത്രമല്ല കർണാടകയില് പ്രമോദ് മുത്തലിക് എന്ന് പറയുന്ന ഹനുമാൻ സേന നേതാവ് പറഞ്ഞതുപോലെ 5000-ഓളം അനധികൃത ക്രൈസ്തവ ദേവാലയങ്ങൾ കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് തകർക്കേണ്ടതുണ്ട്. കാരണം ക്രൈസ്തവര് വീടുകളിൽ കുരിശു വെച്ചുകൊണ്ട് അത് ആരാധനാലയങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് കർണാടകയിൽ നടക്കുന്നത്. അത് തകർക്കേണ്ടതുണ്ട് എന്ന് പ്രമോദ് മുത്തലിക് ഈ രാജ്യത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവർക്കെതിരെ ഈ ചർച്ച ബില്ലടക്കമുള്ള കാര്യങ്ങൾ ക്രൈസ്തവ വേട്ടയ്ക്കായിട്ട് തയ്യാറായി വരികയാണ്. അപ്പോഴും തെരുവിൽ നമ്മൾ ഉണ്ടാകും. ആ രീതിയിൽ ഈ രാജ്യത്തിന്റെ ക്രൈസ്തവർക്കെതിരെ വേട്ട നടക്കുമ്പോൾ ഇപ്പോ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ 2024 തീരാൻ ഈ 25 ദിവസം ബാക്കിയുള്ളപ്പോ 672 അക്രമങ്ങളാണ് രാജ്യത്ത് ഈ കഴിഞ്ഞ ഒരു വർഷം ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കൃത്യമായ ഫാസിസ്റ്റ് ഇടപെടല് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, ഉത്തരവാദപ്പെട്ട ജനസമൂഹം എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് ഈ വിഷയങ്ങളിലൊന്നും കയ്യും കെട്ടി കണ്ണും പൂട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ സമരത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ ഇന്ത്യ രാജ്യം സാധ്യമാക്കാൻ ഞങ്ങൾ തെരുവിലുണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതിനുശേഷം പ്രധാനപ്പെട്ട ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കേൾക്കുകയാണ്. ഓരോ ഫാസിസ്റ്റ് വിരുദ്ധ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങളും സോഷ്യലിസവും ഫെഡറലിസവും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ ഫാസിസ്റ്റ് വിരുദ്ധ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നാം പ്രതിജ്ഞാബദ്ധമാണ്. കാരണം നാം ആരുടെ പിന്മുറക്കാരാണെന്ന് ഓർക്കണം. ഈ രാജ്യത്തെ ഭരണഘടനാ ശില്പി, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ അവകാശ പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തിന്റെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഊർജം നൽകിയിട്ടുള്ള അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ പ്രബല സമൂഹം അവരുടെ പിന്മുറക്കാരായിട്ട് നാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് വൈദേശിക കരങ്ങൾ ഈ രാജ്യത്തെ എപ്പോഴും അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അധികാരം കൈയടക്കാൻ വന്നപ്പോഴൊക്കെ ബ്രിട്ടീഷുകാരും പറങ്കിപ്പടയും ഡച്ചുകാരും അടക്കം ഈ രാജ്യത്തിന്റെ പരമാധികാരം കൈയടക്കിക്കൊണ്ട് ഈ രാജ്യത്ത് അവര് ജനങ്ങളെ അടിമകളാക്കിയപ്പോൾ അവർക്കെതിരെ അഹോരാത്രം പോരാടാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഈ രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര പോരാളികളായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ ലവക്കുട്ടിയും ചെമ്പൻ പോക്കറും കുഞ്ഞാലി മറയ്ക്കാന്മാരും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയും ജൗഹർ അലിയും അടക്കമുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഈ രാജ്യത്ത് അവര് പറങ്കിപ്പടയും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യവുമൊക്കെ തോക്കും പീരങ്കികളുമായിട്ട് ഭയപ്പെടുത്തി നിന്നപ്പോൾ അവർക്ക് മുന്നിൽ വിരിമാറ് കാട്ടിക്കൊണ്ട് ധീരമായ രക്തസാക്ഷിത്വത്തിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകർന്ന ആ ധീര രക്തസാക്ഷികളുടെ സ്മരണയും രക്തവും സിരകളിൽ ഓടുന്ന നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ മുന്നിലുണ്ടാകുമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനത്തിൽ ഞങ്ങൾക്ക് നൽകുവാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇനി വേണ്ടി വന്നാൽ ഈ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെ വേണ്ടി വന്നാൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നാം ഓരോരുത്തരും
പ്രതിജ്ഞാബദ്ധമാണ് ഫാഷിസ്റ്റ് വിരുദ്ധ ഇന്ത്യ രാജ്യം സാധ്യമാക്കാൻ. വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ വേണ്ടി വന്നേക്കാം. അതിന് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ തെരുവുകളിൽ സമരസജ്ജരാണ്. അതിന് നമ്മളെല്ലാവരും മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനത്തിൽ ഇവിടെ സംഘടിപ്പിച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.